നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള കണക്കൻ കടവിലെ ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു കിടക്കുന്നത് കുടിവെള്ളം മുട്ടിക്കുമെന്ന ആശങ്ക. പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കൃഷിയെയും ബാധിക്കുമെന്ന അവസ്ഥ. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം. മതിലകത്ത് നിന്ന് 3 വയസ്സുകാരിയായ രോഗിയുമായി വന്ന സാന്ത്വനം ആംബുലൻസിന് നേരെ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇരിങ്ങാലക്കുട ഉപജില്ലയ്ക്ക് കലാകിരീടം. 950 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല രണ്ടാമതും 942 പോയിന്റുകളുമായി കുന്നംകുളം ഉപജില്ല മൂന്നാമതുമെത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള കണക്കൻ കടവിലെ ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു കിടക്കുന്നത് കുടിവെള്ളം മുട്ടിക്കുമെന്ന ആശങ്ക. ഷട്ടറുകൾ തകർന്നു കിടക്കുന്നതിനാൽ പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കൃഷിയെയും ബാധിക്കുമെന്ന അവസ്ഥയിലാണ്. നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളാണ് പുഴയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ കണക്കൻ കടവിൽ താൽക്കാലിക മണൽ തടയണ കെട്ടുന്നതിന് നേരിടുന്ന കാലതാമസം ഗുരുതര പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഒരു ഷട്ടർ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായതിനാൽ താഴ്ത്താൻ കഴിയുന്നില്ല. മറ്റു ഷട്ടറുകൾ താഴ്ത്തിയതിന്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ചോർച്ച തടയുന്നതിന് ചടങ്ങുപോലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാറില്ലെന്നാണ് ആക്ഷേപം. ഷട്ടർ ഇരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് തകർന്നതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണ്. മഴ കുറഞ്ഞതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് കായലിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്ന അവസ്ഥയിലാണ്. എല്ലാ വർഷവും നവംബർ ആദ്യം താൽക്കാലിക മണൽ തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടയുന്നത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. തടയണ നിർമ്മിച്ച ശേഷം ശക്തമായ മഴയുണ്ടായാൽ തടയണ പൂർണ്ണമായി ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നതും ഷട്ടറുകൾ തുറന്നാണ്. അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളെയും എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് പഞ്ചായത്തുകളെയും ഉപ്പുവെള്ള ഭീഷണിയിലാക്കുന്നതാണ് ഷട്ടറുകളുടെ തകർച്ച. നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളാണ് പുഴയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം. ആംബുലൻസിന്റെ ചില്ലടിച്ചു തകർത്തു. മതിലകത്ത് നിന്ന് 3 വയസ്സുകാരിയായ രോഗിയുമായി വന്ന SYSന്റെ സാന്ത്വനം ആംബുലൻസിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം നടത്തി ഓട്ടോറിക്ഷ ഡ്രൈവർ. മതിലകത്ത് നിന്നും അസുഖബാധിതയായ 6 വയസ്സുകാരിയുമായി പോയ ആംബുലൻസാണ് ഓട്ടോ ഡ്രൈവർ ആക്രമിച്ചത്. ഓട്ടോയിൽ തട്ടിയതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ആംബുലൻസ് ഓട്ടോയിൽ തട്ടിയിരുന്നു. ഇതിനെ ചൊല്ലി തർക്കവും ഉണ്ടായി. പിന്നാലെ പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ ആംബുലൻസ് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സുന്നി യുവജന സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസാണ് ആക്രമിച്ച് തകർത്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇരിങ്ങാലക്കുട ഉപജില്ലയ്ക്ക് കലാകിരീടം. 950 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല രണ്ടാമതും 942 പോയിന്റുകളുമായി കുന്നംകുളം ഉപജില്ല മൂന്നാമതുമെത്തി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 994 പോയിന്റുകളോടെ ഇരിങ്ങാലക്കുട ഉപജില്ല കലാകിരീടം ചൂടി. 950 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല രണ്ടാമതും 942 പോയിന്റുകളുമായി കുന്നംകുളം ഉപജില്ല മൂന്നാമതുമെത്തി. UP വിഭാഗം ഓവറോൾ ഫസ്റ്റ് തൃശൂർ ഈസ്റ്റ് ഉപജില്ല 175 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗം ഓവറോൾ 173 പോയിന്റ് നേടി കുന്നംകുളം, ഇരിങ്ങാലക്കുട ഉപജില്ലകൾ രണ്ടാം സ്ഥാനം നേടി. UP ജനറൽ ബെസ്റ്റ് സ്കൂളായി 50 പോയിന്റോടുകൂടി ചാലക്കുടി കാർമൽ HSS കരസ്ഥമാക്കി. HSS ജനറൽ ഓവറോൾ ഫസ്റ്റ് 406 പോയിന്റോടുകൂടി തൃശൂർ വെസ്റ്റും 401 പോയിന്റോടുകൂടി ഇരിങ്ങാലക്കുട ഉപജില്ലയും കരസ്ഥമാക്കി. HS ബെസ്റ്റ് സ്കൂളായി 178 പോയിന്റോടുകൂടി മതിലകം സെന്റ് ജോസഫ് HSS കരസ്ഥമാക്കി. HSS ജനറൽ ഓവറോൾ ഫസ്റ്റ് 420 പോയിന്റോടുകൂടി ഇരിങ്ങാലക്കുട ഉപജില്ലയും 391 പോയിന്റോടുകൂടി വലപ്പാട് ഉപജില്ലയും കരസ്ഥമാക്കി. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ HSS ജനറൽ ഓവറോൾ ബെസ്റ്റ് സ്കൂളായി.
സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ഈ വർഷം നമ്മുടെ കലോത്സവം നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് നടക്കുന്നത്. ജനുവരി മാസത്തിൽ നല്ല ഒരു ആഘോഷത്തോട് കൂടിയിട്ട് ഇനി നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റാണ് നമ്മുടെ സംസ്ഥാന കലോത്സവം തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും കൂടെ ഒരു തയ്യാറെടുത്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ ജനപ്രതിനിധികളും എല്ലാവരും, പ്രത്യേകിച്ച് ഈ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്, SIR നടക്കുകയാണ്. പല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും പല ആക്ടിവിറ്റീസുമായിട്ട് തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. എന്നാലും വലിയ പരാതികളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും പിന്നെ പാരൻസും ടീച്ചേഴ്സും ഈ ഈവൻസിനൊക്കെ നോക്കുകയാണ്. ഒരുപാട് മാസങ്ങളുടെ പ്രയത്നമായിരിക്കും ഈ ജില്ലാ കലോത്സവത്തിൽ നല്ലതായിട്ട് അവതരിപ്പിക്കാമെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നല്ലൊരു അവതരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചത്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇതിൽ പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കൂടെ അറിയിക്കുകയാണ്. കലോത്സവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ PM ബാലകൃഷ്ണൻ അധ്യക്ഷനായി. തിരക്കഥാകൃത്തും നടനും മ്യൂസിക് ഡയറക്ടറുമായ ആനന്ദ് മധുസൂദനൻ, നർത്തകി സാന്ദ്ര പിഷാരടി, കോമഡി ഷോ ഫെയിം സൂര്യ സജു, സിനിമാ താരം ക്ലെയർ സി ജോൺ എന്നിവർ മുഖ്യാതിഥികളായി. മീഡിയ ടൈം ഇരിങ്ങാലക്കുട. ദേശീയപാത കൊടകരയിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്ന ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുമായി എറണാകുളത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയിരുന്ന സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മേൽപ്പാലം ഇറങ്ങുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആർക്കും പരിക്കില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ നോമിനേഷൻ സ്വീകരിക്കാതെ വന്നതോടെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ 2020 സ്ഥാനാർത്ഥി വിജയലക്ഷ്മി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഇന്നലെ രാവിലെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെത്തിയ വിജയലക്ഷ്മിയുടെ നോമിനേഷൻ സെക്രട്ടറി സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ വിജയലക്ഷ്മി പഞ്ചായത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. നമുക്ക് കോടതിയുണ്ട്, എല്ലാവരും നമുക്ക് എതിർക്കാൻ സാധിക്കില്ല. എല്ലാ അനീതിക്കും ഒരു അറുതിയുണ്ട്. വിജയ് ഇതുവരെ പിടിച്ചു നിന്നില്ലേ, തകരരുത്. ഈ പറയുന്ന 4-5 പേരല്ല നാടിന്റെ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ താമസക്കാരിയായ വിജയലക്ഷ്മി വീടിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിനാൽ 8 മാസമായി 1 കിലോമീറ്റർ അകലെയുള്ള 14ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. 11ാം വാർഡിലെ തന്റെ സ്വന്തം വീട്ടിലും വിജയലക്ഷ്മി താമസിക്കാറുണ്ട്. ഇടതുപക്ഷ പിന്തുണയുള്ള ശശികുമാർ തോട്ടുപുറം എന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് അവസാന നിമിഷം തന്റെയും കുടുംബത്തിന്റെയും പേരുകൾ 11ാം വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കിയതെന്നും വിജയലക്ഷ്മി ആരോപിക്കുന്നു. ഈ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വിജയലക്ഷ്മിക്ക് കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ നടത്തിയ ഹിയറിംഗിൽ അനുകൂലമായ ഉത്തരവാണ് ലഭിച്ചത്. നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന 14ാം വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വിജയലക്ഷ്മിയുടെയും ഭർത്താവിന്റെയും പേര് ഉൾപ്പെടുത്തണമെന്ന് കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പേരുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകാത്തതിനാൽ നോമിനേഷൻ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട്. ഇതിനായി ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും പേരില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി വ്യക്തമാക്കി. ഇതോടെ കോടതി അനുകൂല വിധിയുണ്ടായിട്ടും സ്വന്തം മത്സരാവകാശം തന്നെ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് വിജയലക്ഷ്മി. ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകുമെന്നവർ പറഞ്ഞു. പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്നും 11ാം വാർഡിൽ 2020 വിജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇടപെടലുകൾ തുടങ്ങിയതെന്നും 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ആരോപിച്ചു. തീരുമാനമെടുത്തത് 11, 12, 14ാം വാർഡിൽ വാടക റെസീറ്റുണ്ട്. ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും 14ാം വാർഡിലോട്ട് വോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അത് കളക്ടർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, അപ്പോൾ കുഴപ്പമില്ലോ, നിങ്ങൾക്ക് കയറിയാൽ മതിയല്ലോ, 14ാം വാർഡിൽ കൊടുക്കാനായിട്ട് ഞാൻ ഓർഡർ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ലെറ്റർ കിട്ടിയിരിക്കുന്നു, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സെക്രട്ടറിയുടെ വാദം ഇത് തന്നെയാണ്. ഇന്ന് ഇത് നടക്കില്ല, അതുവരെ നോമിനേഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രതിനിധിയുടെ നോമിനേഷൻ തള്ളിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ മൗലിക അവകാശമല്ലേ വോട്ട് ചെയ്യുക എന്നുള്ളത്? 25 കൊല്ലമായിട്ട് താമസിക്കുന്ന എല്ലാ ഡോക്യുമെൻ്ററി പ്രൂഫും
തെളിവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അഡ്രസ്സിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിന് നോമിനേഷൻ കൊടുത്തിട്ട് ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്ത് ജനനീതിയാണ് ഇവിടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. വോട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല, കാൻഡിഡേറ്റായിട്ട് നിൽക്കാനും സാധിക്കുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനകളും ഗുണ്ടായിസമാണ്. ഇതിനെല്ലാം തുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന ബ്യൂറോക്രസി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഇത് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു കാട്ടുനീതിയായിട്ട് തന്നെ ഇതിനു വേണ്ടി പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം 200ഓളം വീടുകളിൽ വിജയലക്ഷ്മി പ്രചാരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ ടൈം, മാള. മാള ഗ്രാമപഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാള മാളിയേക്കൽ ഗാർഡൻസിൽ വെച്ച് CPI ദേശീയ കൗൺസിൽ അംഗം K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകുകയാണ് എന്ന അപരാധം എന്ന കുറ്റം അതിൽ നിന്ന് രക്ഷപ്പെടാനാകുന്നു. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും 42 സീറ്റുകൾ ഈ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൊടുക്കാൻ മനസ്സിലായിട്ടുള്ള ജനതയാണ്. അവരോട് ഇത്ര കഠിനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് എങ്ങനെ തോന്നി? ചൂരന്മാരുടെ ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ട മനുഷ്യർ പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ട്. ആ 298 പേർ മരണപ്പെട്ടവർ 600-ലേറെ കുടുംബങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിലെ ഗവൺമെന്റ് മാസം കൊടുക്കുന്ന 6000 രൂപയുടെ കൂട്ടുവാടകയിൽ ദിവസം കൊടുക്കുന്ന 300 രൂപയുടെ പ്രതിദിന ഭത്തയും ഉപയോഗിച്ച് തങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയെങ്കിൽ അന്വേഷിച്ചു നിൽക്കുന്ന വയനാട്ടിലെ ചൂരന്മാരുടെ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾക്ക് 1 രൂപ പോലും ഞങ്ങൾ തരില്ല എന്ന് പറയുന്നതിന്റെ കാരണം കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്നു എന്ന കുറ്റമുണ്ടാകും. CPI സംസ്ഥാന കൗൺസിൽ അംഗം KV വസന്തകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ സ്ഥാനാർത്ഥി MR അപ്പുക്കുട്ടൻ, CPIM മാള ഏരിയ സെക്രട്ടറി സഖാവ് TK സന്തോഷ്, ബിനിൽ പ്രതാപ്, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊയ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂപ്പത്തിയിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നുണയുടെ പക്ഷത്തെ നയിക്കുന്നത് UDF-ഉം അതോടൊപ്പം തന്നെ BJP-യുമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ഉൾപ്പെടെ നമ്മുടെ പ്രദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുക സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം കേരളം എന്ന് പറയുന്നത് ഏറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ വേറിട്ട സമീപനങ്ങളും വേറിട്ട പ്രവർത്തന രീതികളും ജനജീവിതവുമെല്ലാം ഉള്ളത് ഈ കേരളത്തിലാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് കേരളം. ഈ കേരളത്തിലെ ജനങ്ങൾ നയിക്കുന്നത് പോലെ ഒരുമയുടെയും സ്വരുമയുടേതുമായ ഒരു ജീവിതം കേരളത്തിന് പുറത്തു പോയാൽ കാണാൻ കഴിയില്ല. CPIM മാള ഏരിയ കമ്മിറ്റി അംഗം IS അക്ഷയ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, CS രഘു, AM ഹക്കീം, KJ ഷൈമോൻ, KP ഹരി, CN സുധാർജുനൻ, ഉണ്ണി ജോൺ ചെല്ലക്കുടം എന്നിവർ സംസാരിച്ചു. ചാലക്കുടി തിരുമുടിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഫാമിലി യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ കവചം തിരുമുടിക്കുന്ന് എന്ന പേരിൽ വിപുലമായ ജനകീയ കർമ്മ പരിപാടികൾ നടപ്പിലാക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കവചം വിളംബര 2-വീലർ റാലി നവംബർ 23-ന് രാവിലെ 8:15-നും കവചം സന്ദേശവാഹന യാത്ര വൈകിട്ട് 5-നും സംഘടിപ്പിക്കും. തിരുമുടിക്കുന്ന് പ്രദേശത്തെ 9 കേന്ദ്രങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, സന്ദേശങ്ങൾ എന്നിവ നടത്തുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ പരിപാടിയുടെ ചെയർമാൻ വികാരി ഫാദർ പോൾ മൂഞ്ഞേലി, വൈസ് ചെയർമാൻ അവറാച്ചൻ തച്ചിൽ, ഡേവിസ് വല്ലൂരാൻ, ജെയിംസ് കണ്ടംകുളത്തി എന്നിവർ അറിയിച്ചു. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇപ്പോൾ കൊടകര ഗ്രാമപഞ്ചായത്ത്.
നമസ്കാരം. സംസ്കാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും സമ്പന്നമായ തൃശ്ശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നാം നോക്കുന്നത്. സ്വാഗതം. എൻ്റെ പഞ്ചായത്ത് കൊടകര. കൊടകര ദേശീയപാതയിലൂടെ കടന്നുപോകുമ്പോൾ കൊടകരയുടെ ഹൃദയത്തെ താണ്ടി വേണം സഞ്ചരിക്കാൻ. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. കൊടകര എന്ന പ്രദേശത്തിൻ്റെ ഏറിയ ഭാഗവും പന്തല്ലൂർ കർത്താക്കന്മാരുടെ കൈവശമായിരുന്നു എന്നാണ്. കാലക്രമേണ ഈ പ്രദേശത്തിൻ്റെ കുറേ ഭാഗം കോടശ്ശേരി കർത്താക്കന്മാർ കൈവശപ്പെടുത്തി. പിന്നീട് വളരെ കിടമത്സരങ്ങളും ബലപ്രയോഗങ്ങളും നടന്നെങ്കിലും പന്തല്ലൂർ കർത്താക്കന്മാർ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്ന സ്ഥലത്തെ പിൽക്കാലത്ത് കൊടുക്കാത്ത കര എന്ന് വിളിച്ചു പോന്നു എന്നാണ് ഐതിഹ്യം. പിന്നീട് അത് കൊടകരയായി ലോപിച്ചു എന്ന് കരുതുന്നു. ഭരണപരമായി കൊടകര പഞ്ചായത്ത് ചാലക്കുടി താലൂക്കിന് കീഴിൽ വരുന്നു. ഇന്ന് പട്ടണത്തിന് തെക്കായുള്ള അപ്പോളോ ടയേഴ്സ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് കൊടകര ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊടകരയുടെ സമീപ പ്രദേശത്തുകൂടെ ഒഴുകുന്ന കുറുമാലിപ്പുഴ, കൊടകരയിലൂടെ കടന്നുപോകുന്ന തോടുകൾ, ചാലക്കുടി പുഴയിൽ നിന്നും ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കനാലുകൾ, ചിറകൾ, കുളങ്ങൾ എന്നിവയാണ് പ്രധാന ജലസ്രോതസ്സുകൾ. പണ്ട് ധാരാളം നെൽവയലുകൾ ഉണ്ടായിരുന്ന ഈ പ്രദേശം വികസനത്തിൻ്റെ ഭാഗമായും ജനസാന്ദ്രത വർദ്ധിച്ചതോടെയും കൃഷിയിടങ്ങളുടെ വ്യാപ്തി കുറഞ്ഞ് ഇപ്പോൾ ഒരു ചെറു പട്ടണത്തിൻ്റെ രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. ഭൂവിസ്തൃതി കുറവാണെങ്കിലും സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടകര ഗ്രാമപഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് കൊടകര. ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനം പുതുക്കാട്. നിലവിൽ LDF ആണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. അമ്പിളി സോമനാണ് പ്രസിഡന്റ്. കൊടകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ ശ്രമിച്ച് അതിൽ വിജയം നേടിയെന്നാണ് പ്രസിഡന്റ് അമ്പിളി സോമന്റെ അവകാശവാദം. നമുക്ക് 3ാമത്തെ വർഷം നമുക്ക് സാധാരണ രീതിയിലുള്ള പദ്ധതികളാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു മിഡിൽ വെച്ചിട്ട് നമുക്ക് മാലിന്യ സംസ്കരണ രംഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകൾ വരികയും കോടതി ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഏറ്റെടുത്തതുപോലെ കൊടകര ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്താക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപനം കഴിഞ്ഞതാണ്. ഇതുപോലെ തന്നെ കോവിഡ് പ്രവർത്തനം മറ്റൊരു രീതിയിലാണെങ്കിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ഉള്ള ഇടപെടൽ വേറൊരു രീതിയിലുള്ള സങ്കീർണമായൊരു പ്രക്രിയയാണ്. ഇപ്പോഴും നമുക്കതൊരു പരിപൂർണമായി നമ്മുടെ നാട് ആ രീതിയിലേക്ക് വളർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിയമപരമായും അല്ലാത്ത രീതികളിലൂടെയും മാലിന്യത്തെ കൈകാര്യം ചെയ്യാൻ ജനങ്ങളും ജനപ്രതിനിധികളും മറ്റ് സംവിധാനങ്ങളും പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടാം, ചില കാര്യങ്ങൾ നമ്മളത് എടുത്തു മാറ്റേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. പൊതുജനങ്ങൾ പല രീതിയിൽ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. എങ്കിലും ഒരു 75% ആളുകളും ഈ പ്രക്രിയയോട് മനസ്സിലാക്കുകയും ഇത് ഇന്നതാണ്, അതിനെങ്ങനെ നിയമപരമായ വശമുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മാലിന്യത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ കൊടകര ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 2015-16 കാലഘട്ടം മുതൽ അപ്പോളോ ടയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നിന്നിരുന്നു. CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് മുമ്പേ ഇവിടെ 10 വാർഡുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു പരിപാടി മുമ്പേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് അത് നിന്നുപോയി എന്നുള്ളതാണ്. പിന്നീട് നമ്മളുടെ ഭരണസമിതി വന്നപ്പോൾ അതിനെ സർക്കാർ പറയുന്ന മാതൃകയിലേക്ക് ഞങ്ങൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്തു. മുമ്പെന്ന് വെച്ചാൽ 10 വാർഡുകളിൽ നിന്ന് അവർ കളക്ഷൻ കൊണ്ടുവരും, ഡിവൈഡ് ചെയ്യും. അപ്പോളോ ടയേഴ്സ് അവർക്ക് സാലറിയൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും 42ഓളം സ്ത്രീകളെ ഇതിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കുകയും അവരുടെ വീടുകളിലേക്ക് വരുമാനമായി ഒരു 15,000 രൂപയെങ്കിലും എത്തിക്കാവുന്ന രീതിയിലേക്ക് മാലിന്യ സംസ്കരണ രംഗത്തെ ഹരിതകർമ്മസേനയെ എത്തിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായിട്ടാണ് കരുതുന്നത്. പല പഞ്ചായത്തുകളിലും യങ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇതിലേക്ക് കോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പണ്ട് തൊട്ടേയുള്ള ആളുകളെ ഇതിൽ നിന്ന് വിടാതെ തന്നെ അവർക്കും ജോലി സാധ്യത ഉറപ്പാക്കിക്കൊണ്ട് വീണ്ടും തുടരുകയാണ്. പിന്നെ തുടർന്നും വരുന്ന ആളുകളെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. സോർട്ടിങ്ങിന് വേറൊരു ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് ഒരു മാസം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കയറ്റി വിടുന്നത്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളൊരു ഗ്രാമപഞ്ചായത്താണ്, 19 വാർഡുകൾ. പക്ഷേ ആളുകളുടെ ഹൗസ് ഹോൾഡ്സിൻ്റെ എണ്ണം കൂടുതലാണ്.
നല്ല റഷാണ്. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും കൊടകര ടൗണൊക്കെ. അപ്പോൾ അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ്. ഉപഭോഗം വളരെ വലുതാണ്. അപ്പോൾ ബോട്ടിൽ ബൂത്തുകളൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് ഈ മേഖലയിൽ ഇനിയും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഡയപ്പർ പാഡ് ഡിസ്ട്രോയർ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ ഒരു ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതിൻ്റെ മെഷീനറി നമ്മുടെ ജില്ലാ ഭരണകൂടം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു 2 മാസം നമുക്കതിവിടെ മാർക്കറ്റിൽ എവിടെയാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ ജൈവവളമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ നടത്താമെന്നുണ്ട്. 2 മാസത്തേക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവരുടെ കമ്പനീനെ വന്ന് നമുക്കത് എങ്ങനെ ചെയ്യും എന്നുള്ളത് പഠിപ്പിച്ച് തരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ ആളുകൾ ഉദ്യോഗസ്ഥരിവിടെ വന്ന് നോക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി, വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ജൈവ മാലിന്യമാണ് ഇപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിൽ ഉപാധികൾ നമ്മൾ കൊടുത്താലും ആളുകൾ ചിലപ്പോൾ അതിൻ്റെ യൂസർ ഫീ തരാനുള്ള മടിക്ക് റോഡിൽ തന്നെ വലിച്ചെറിയുന്ന രീതിയാണ് കാണാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈവേയുടെ ഓരത്തൊന്നും വേസ്റ്റ് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നില്ല ഇവിടെ. അതൊരു കുഴപ്പമില്ലാത്തൊരു മേഖലയാണ്. മാർക്കറ്റാണ് നമുക്കുള്ളൊരു വെല്ലുവിളി. മാർക്കറ്റിൻ്റെ അകത്താണ് ഇപ്പോൾ ഈ അടുത്ത് നമ്മളത് ആ വേസ്റ്റ് കോന മാറ്റിക്കൊണ്ട് അവിടെ ഒരു താൽക്കാലികമായ ഒരു ഷട്ടിൽ കോർട്ട് നിർമ്മിച്ചു. അന്ന് തന്നെ നിർമ്മിച്ചതാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരുന്നു. വിവിധ പത്രങ്ങളും എല്ലാവരും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ പുരസ്കാരം കിട്ടാനോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്കോ വേണ്ടി ചെയ്തതല്ല. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങളുടെ ഹാർഡ് വർക്കിനുള്ളൊരു റിവാർഡായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ജില്ലയിലെ മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള 1ാമത്തെ ഗ്രാമപഞ്ചായത്തായിട്ട് കൊടകര ഗ്രാമപഞ്ചായത്തിന് തിരഞ്ഞെടുത്തത് അതിൻ്റെ മൊമെൻ്റുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന വൃത്തി കോൺക്ലേവിൽ നമ്മൾ നടത്തിയ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അവതരണത്തിലും കോമ്പറ്റീഷനിലും പങ്കെടുത്തിരുന്നു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത്. കുടുംബശ്രീ സംവിധാനത്തെ കാര്യക്ഷമമാക്കി. പഞ്ചായത്തിലെ ഇറിഗേഷൻ പദ്ധതി നവീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കിയെന്നും അമ്പിളി സോമൻ പറഞ്ഞു. ചെറിയ തലമുറയും ഇളം തലമുറയും ഒക്കെ കാർഷിക വൃത്തിയോട് വളരെ ആഭിമുഖ്യമുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂക്കൃഷി, കുടുംബശ്രീ കഴിഞ്ഞ 2 സീസണിൽ പൂക്കൃഷി നടത്തിയിരുന്നു. അപ്പോൾ ഓണത്തിന് പൂവിടാനുള്ള പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ, ഏറ്റവും അധികം ഫണ്ടുകൾ നമ്മൾ നെൽകൃഷിക്കാണ് വെച്ചിട്ടുള്ളത്. നെൽകൃഷിക്ക് ആവശ്യമായ വിത്തും വളവും കൂലിച്ചെലവും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങ്, ജാതി, മറ്റ് ഇതര പച്ചക്കറികൾ, മറ്റ് കൃഷി രീതികൾക്കൊക്കെ ആവശ്യമായ ഫണ്ടുകൾ എല്ലാ കാലങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രളയത്തിൻ്റെ കോവിഡിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സുഭിക്ഷ കേരളം പദ്ധതിയിൽ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കോവിഡിൻ്റെ കാലത്തൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കധികം ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാർഷിക മേഖലയിൽ ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞ വികസിത പഞ്ചായത്ത് നേട്ടത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷാംഗവും BJP നേതാവുമായ TV പ്രജിത്ത്. മത്സ്യ മാംസ മാർക്കറ്റ് നവീകരണം രേഖയിലൊതുങ്ങി. ക്രിമിറ്റോറിയം പ്രഖ്യാപനം മാത്രമായി. ലൈഫ് ഭവന പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അങ്ങനെ TV പ്രജിത്ത് ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും കണ്ണടച്ചുവെന്ന് പ്രജിത്ത് കുറ്റപ്പെടുത്തി. തൊഴിലുറപ്പ് മേഖലയായാലും മെയിൻ്റനൻസ് ഗ്രാൻഡ് ആയാലും അത്തരം ഗ്രാൻഡുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾ, എനിക്ക് തോന്നുന്നു കൊടകര മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളിലൊക്കെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. കാരണം ഇപ്പോൾ പുതിയ റോഡുകൾ, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികവ് പറയുകയാണെങ്കിൽ പുതിയ റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. കഴിഞ്ഞ 3-4 വർഷമായിട്ട് പുതിയ റോഡുകളുടെ നിർമ്മാണം എവിടെയും നടക്കുന്നില്ല പ്രാദേശികമായിട്ട്. ഒന്നിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓൺ ഫണ്ടുകളുള്ള പഞ്ചായത്തുകളിൽ വേണമെങ്കിൽ നടക്കുന്നതല്ലാതെ സാധാരണഗതിയിലുള്ള ഒരു പഞ്ചായത്തുകളിലും പുതിയ റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ സാധിക്കുന്നില്ല. കൂടുതലും നടക്കുന്നത് മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചിട്ടുള്ള റീടാറിംഗ് വർക്കുകളാണ് കൂടുതലും പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ നടപ്പിലാക്കുന്നത്. പിന്നെ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. പക്ഷെ കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകര പഞ്ചായത്തിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ വളരെ കുറവാണ്.
വളരെ സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് മറ്റു പല പഞ്ചായത്തുകളും അത്തരത്തിലുള്ള തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന സമയത്ത് കൊടകരയിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്ന ഒരു നിലയാണ് ഇവിടെയുള്ളത്. പിന്നെ നമുക്കിപ്പോൾ പറയാം, കൊടകര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇലക്ഷൻ കാലത്തും കേട്ടറിഞ്ഞാണ് മത്സ്യമാംസ മാർക്കറ്റിൻ്റെ നവീകരണം, അത് പൂർത്തീകരണം. ഇപ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ ഈ ഇലക്ഷൻ വരുമ്പോഴും ഒരു മത്സ്യ മാർക്കറ്റ് ഞങ്ങൾക്ക് അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പണിയും എന്നുള്ളത് തന്നെയായിരിക്കും വീണ്ടും വരാനുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും ഇപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം LDF ഇപ്പോൾ 9.5 വർഷമായിട്ട് LDFൻ്റെ ഭരണസമിതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ MLA ഉണ്ടായിരുന്നു, അവരുടെ MP ഉണ്ടായിരുന്നു, അവരുടെ സർക്കാർ ഭരിക്കുന്നു, പലതരത്തിലുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിക്കായിരുന്നു. എന്നിട്ട് പോലും ആ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു ശ്മശാനം, ആധുനിക രീതിയിലുള്ള ശ്മശാനം. അത് കാലങ്ങളായിട്ട് കൊടകരയിലെ ഒരു ആവശ്യമാണ്. കാരണം കൊടകരയിലെ ആളുകൾ ഇപ്പോൾ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ മേലൂര്, കൊരട്ടി അവിടെയൊക്കെയാണ് ആശ്രയിക്കുന്നത്, ഇരിങ്ങാലക്കുട. പക്ഷെ ഇപ്പോഴും ഇവിടെ ഒരു ശ്മശാനം സ്വന്തമായിട്ട് കൊടകര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു കൂടി ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൊടകരയിലില്ല. പിന്നെ മറ്റൊന്നത് ലൈഫ് പദ്ധതിയാണ്. നമുക്കറിയാം എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. ആ വീട് എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ ഇപ്പോൾ അപേക്ഷ തന്നിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും കുറേ സ്വാഭാവികമായിട്ടും എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന പോലെ കുറേ കൊടുത്തു എന്നതിൽ കഴിഞ്ഞുകൊണ്ട് ആ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം 2019 PMAY ലിസ്റ്റ് ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ആവാസ് യോജന. അത് പ്രകാരം സർവേ നടത്തി അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം അന്ന് 137 പേർക്ക് കൊടകര പഞ്ചായത്ത് പാസ്സായി, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അന്ന് PMAYയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളുകൾക്കാണ് വീട് വയ്ക്കാൻ പൈസ കൊടുക്കുള്ളൂ. അപ്പം അന്ന് ഈ സർവേ വന്ന സമയത്ത് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ അന്ന് അപേക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ ഇതിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ ആ ആളുകൾ നിൽക്കുന്ന സമയത്ത് ആ ആളുകൾക്ക് നേരിട്ട് മുമ്പ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബ്ലോക്കിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് അത്തരത്തിൽ അപേക്ഷകൾ നേരിട്ട് VOമാരോ ബ്ലോക്കിലോ സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് സാധാരണക്കാർ ഇത് മൊബൈൽ ആപ്പ് വഴി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് മൊബൈൽ ആപ്പ് വഴി സെൽഫായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് അതൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ചില മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടിലാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് പരമാവധി ആളുകളെ അപേക്ഷ ഞങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ പഞ്ചായത്തുകൾ അത് ആവശ്യപ്പെടാതെ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി, സാധാരണക്കാരെ വീടില്ലാത്ത ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം ലൈഫ് പദ്ധതിയിലുള്ള പഴയ ലിസ്റ്റിലുള്ള ആളുകളെ ഉൾപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കിട്ടുകയും ചെയ്യും, പറയുമ്പോൾ ലൈഫ് പദ്ധതിയിലാണ് അവർ അപേക്ഷിച്ചുള്ളത്. അപ്പോൾ അതും ഈ സർക്കാരിൻ്റെയും ഇവരുടെയൊക്കെ ഒരു കള്ളത്തരാണ്. പിന്നെ കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകര വലിയ ക്ലീൻ കൊടകര എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ കൊടകരയിൽ ടോയ്ലറ്റ്, ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ടോയ്ലറ്റുകൾ കൊടകരയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പൂർത്തിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കൊടകര ടൗണിൽ വന്ന ഒരാൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഒരു ഗതികേടാണ് കൊടകരയിൽ ഉള്ളത്. പിന്നെ ഇപ്പോൾ പഴയ മത്സ്യമാംസ മാർക്കറ്റിൻ്റെ പറഞ്ഞു, നമ്മുടെ പഴയ മാർക്കറ്റ് ഉണ്ട്. പഴയ മാർക്കറ്റ് അതിൻ്റെ ബോഡി, അതിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്ന് ബന്ധപ്പെട്ടയും ആളുകളൊക്കെ പറഞ്ഞ് അത് പൊളിച്ചു പണിയെന്ന് പറഞ്ഞിട്ട് വർഷം 10ആയി. ഇതുവരെ പൊളിച്ചു പണിയാനോ ഒരു നടപടി, അതിൻ്റെ DPR പോലും ശരിയാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്, ഫണ്ട് വയ്ക്കാനോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഏത് കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നു എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലൈഫ് പദ്ധതി, ആ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല, പറയാൻ പഞ്ചായത്തിനാവുന്നില്ല. ഇപ്പോൾ മാർക്കറ്റിൻ്റെ പണി നടന്നു, അത് പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നും പൂർത്തീകരിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയും എടുത്തു പറയാൻ കൊടകര പഞ്ചായത്തിനില്ല. മറ്റൊന്ന് ഇപ്പോൾ കൃഷിയുടെ സാധാരണ നിലയ്ക്ക് വർഷങ്ങളായിട്ട് വളം കൊടുക്കുന്നു, കൃഷിക്കാർക്ക് വളം കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കാനൊന്നും പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടില്ല. സാധാരണ കാലാകാലങ്ങളായിട്ട് വരുന്നു, ഗവൺമെൻറ് പറയുന്നതിൽ വിട്ടുകൊണ്ട് ഒരു പദ്ധതികളോ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്നിപ്പോൾ നമുക്ക് പറയുന്ന സമയത്ത് കൃഷി മേഖലയിൽ വന്നിട്ടുള്ള ഗ്രോത്ത്, ഇപ്പം നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, അതിൽ എന്ത് തരത്തിലുള്ള പുരോഗമനമാണ് കൃഷി മേഖലയിൽ ഉണ്ടായത് എന്ന് പറയാൻ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറാവണം. കാരണം
നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പോകണം. എന്ത് മാറ്റമാണ് കൃഷി മേഖലയിൽ വന്നിട്ടുള്ളത് എന്ന് സാധാരണക്കാരായിട്ടുള്ള നികുതി കൊടുക്കുന്ന ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതൊന്നും പറയാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ വഴി വെളിച്ചം നമ്മുടെ സ്ട്രീറ്റ് ലൈന് 2 വർഷമായിട്ട് പഞ്ചായത്ത് പൈസ പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. പല മേഖലകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത വലിയൊരു ദുരവസ്ഥ വാർഡ് മെമ്പർമാരായിട്ടുള്ള ഞങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. ഇപ്പോഴും ഈ സ്ട്രീറ്റ് ലൈൻ വലിച്ച് പൂർത്തീകരിച്ചത് ഇപ്പം പഞ്ചായത്തിൽ ചോദിക്കുന്ന സമയത്ത് KSEBക്ക് അടിച്ചു എന്ന് പറഞ്ഞു. KSEBക്കാർ പറഞ്ഞു മെറ്റീരിയൽസ് ഇല്ല എന്നൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളുടെ പേരില്ലാതെ പണി പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിക്കുന്നില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കൊടകര മാറുകയാണ്. കാലത്തിനൊപ്പം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു പഞ്ചായത്ത്, കലാ സാംസ്കാരിക ഔന്നിത്യങ്ങൾ പുലർത്തുന്ന പഞ്ചായത്ത് എന്നീ നിലകളിൽ കൊടകരയുടെ ജനമനസ്സ് ഇനി എങ്ങനെ എന്ന് വരും നാളുകളിൽ അറിയാം. വികസനം, ക്ഷേമം എന്നിവ എല്ലാവരിലേക്കും എത്തിക്കാൻ ശേഷിയുള്ള ഭരണസാരഥ്യം കൊടകരയെ കാത്തിരിക്കുന്നു. ഭരണപ്രതിപക്ഷങ്ങൾ സംവാദങ്ങൾ തുടരുമ്പോൾ കൊടകരയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അത് തുടരുന്നു. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള കണക്കൻ കടവിലെ ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു കിടക്കുന്നത് കുടിവെള്ളം മുട്ടിക്കുമെന്ന ആശങ്ക. പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കൃഷിയെയും ബാധിക്കുമെന്ന അവസ്ഥ. കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന് നേരെ ആക്രമണം. മതിലകത്ത് നിന്ന് 3 വയസ്സുകാരിയായ രോഗിയുമായി വന്ന സാന്ത്വനം ആംബുലൻസിന് നേരെ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇരിങ്ങാലക്കുട ഉപജില്ലയ്ക്ക് കലാകിരീടം. 950 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാമതും 942 പോയിന്റുകളുമായി കുന്നംകുളം ഉപജില്ല 3ാമതും എത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.